ഹലോ ഫ്രണ്ട്സ്, ഇന്നേ ഒന്ന് വീട്ടിൽ പോയാലോ എന്നിങ്ങനെ ആലോചിച്ച്. അപ്പോൾ പിന്നെ വല്ലാണ്ട് ആലോചിച്ച് നിന്നില്ല, അങ്ങോട്ട് വീട്ടിൽ പോകാൻ പറ്റിയെന്നേ. അപ്പോൾ ഒന്നൊരുങ്ങിയേക്കാം, ഒരു വീഡിയോ എടുക്കാമല്ലോ. അപ്പം ഞാൻ വേഗം സൺസ്ക്രീനൊക്കെ വാരിപ്പൊത്തി. സൺസ്ക്രീൻ ഞാനങ്ങനെ ഉപയോഗിക്കാറില്ല, ഈ ഡേറ്റാണ് ഉപയോഗിച്ച് തുടങ്ങി. അങ്ങനെ അതൊക്കെ വാരിപ്പൊത്തി മായ്ച്ചതിന് ശേഷം ഞാൻ കുറച്ച് പൗഡർ ഇട്ടു. പിന്നെന്താ, ഒരു പൊട്ടില്ലാതെ എന്താ ആഘോഷമല്ലേ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മൂത്ത പുത്രൻ എന്താവാതിട്ട് കുറേ പൗഡറൊക്കെ തേക്കുന്നുണ്ട്. ഇത് ഓനായിട്ട് കുറയ്ക്കണ്ടെന്നേ, അവനും ഗ്ലാമറാവണ്ടേ. അപ്പം അതൊക്കെ മായ്ച്ച് കണ്ണിലൊക്കെ കുത്തുന്നുണ്ടോ എന്തോ. പിന്നെ മുടിയില്ലാത്ത തലയിലതാ ചീർത്ത് വെച്ച് ചെയ്യുന്നു. മുടിയൊക്കെ പടുത്ത വെട്ടി കളഞ്ഞത്. എന്നിട്ട് അതിൻ്റെ വല്ല അഹങ്കാരം ഉണ്ടോ അതിനെ നോക്ക്. അങ്ങനെ ഞാൻ കൺമഷി എടുത്തു. കൺമഷി ഇടാം, എനിക്ക് ഐലൈനർ ഇടാൻ അറിയാത്തോണ്ടല്ല കേട്ടോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നെനിക്കറിയില്ല, അതുകൊണ്ടാണ് കൺമഷി ഇടുന്നത്. പിന്നെ മുടി നമ്മൾ കെട്ടുന്നു. ഞാനേ ഏതോ ഒരു കാലത്ത് എൻ്റെ ഒപ്പം കയറി കൂടിയ ഒരു ഹെയർ സ്റ്റൈലാണിത്. എന്നെ വിട്ട് ഇതുവരെ പോയിട്ടില്ല. ഞാൻ വേറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും, പക്ഷെ എന്നാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അതിലേക്ക് തന്നെ വരും. എനിക്കിതുങ്ങൾ കെട്ടി വെച്ചാലേ ഒരു സമാധാനമുള്ളൂ. വേറെ എന്ത് ചെയ്താലും എനിക്ക് ആ സാറ്റിസ്ഫാക്ഷനായിട്ട് കിട്ടില്ല. അപ്പം അങ്ങനെ മുടിയൊക്കെ കെട്ടി അങ്ങനെ മുടിയൊക്കെ കെട്ടുന്നതിൻ്റെ ഇടയിൽ അതാ ചെറിയാൾ വരുന്നുണ്ട്. ചെറിയാൾ വന്ന് പിടിമലയും കൂടുന്നുണ്ട്. അവന് മാറ്റി കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയാണ്. അവൻ അവസാനം മാറ്റുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ മുടി കെട്ടുന്നതിൻ്റെ ഇടയിൽ അത് നടക്കുന്നുണ്ട്. അവിടെ അച്ഛനതാ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ട്, ഫോണ് കാണുകയാണ്. മറ്റുള്ള മൊട്ടത്തലയിൽ എന്തൊക്കെയോ ചെയ്യും. മുടി കെട്ടി കഴിഞ്ഞു. അപ്പോൾ കമ്മൽ കൂടെ ഇട്ടാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോയി ചുരിദാറൊക്കെ മാറ്റി വരാം. ചുരിദാറൊക്കെ മാറ്റി, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ചുരിദാറാണ്. ഞാൻ ഏറെയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതന്നെ ഇടാറ്. കാണുന്നവർ വിചാരിക്കും ഈ പെണ്ണിന് ഈ ഒരു ചുരിദാർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു ഡ്രസ്സിനോട് താല്പര്യം തോന്നി പിന്നെ അത് മാറ്റില്ലല്ലോ. അങ്ങനെ ഷാളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് കുറിയൊക്കെ ഇട്ട് കൊടുത്തു. ഞാനെന്നിട്ടപ്പോൾ ഞാൻ അവർക്കായിട്ട് കുറയ്ക്കണ്ട. പിന്നെ നോക്കിയപ്പോഴാണ് എന്തോ ഒരു കുറവുണ്ട്. അതെന്തോ സിന്ദൂരം, അത് മുഖ്യം ബിഗിലേ. അങ്ങനെ ഞാൻ ആ സിന്ദൂരം കൂടെ ഇട്ടു. ഏട്ടനോടെ ബാക്കിലെ കുട്ടികൾക്ക് മുടിയൊക്കെ ചീന്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങി. 12 മണിക്കാണ് ബസ്. ഞങ്ങൾ 11:30 ആയിട്ടുള്ളൂ. സമയം ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും നല്ല ഓട്ടോ കിട്ടുകയാണെങ്കിൽ അങ്ങാടിയിലേക്ക് പോകാമെന്നുള്ള ലക്ഷ്യത്തോടെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇപ്പോൾ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി. 11:30 വന്ന് നിൽക്കണം കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു. 12:15 ബസ്. പിന്നെ ഓട്ടോ കിട്ടും വിചാരിച്ചിങ്ങനെ ഇരുന്നു. കുറേ കാത്തുനിന്നിട്ട് ഓട്ടോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ 12:15 ബസ്സിന് തന്നെ കയറി. വളാഞ്ചേരിക്ക് വരുന്ന ബസ് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കോട്ടയ്ക്ക് മാറി കയറി കോട്ടയ്ക്കിലെത്തിയപ്പോൾ കുട്ടികൾക്ക് നല്ല വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ കയറി ചായ കുടിക്കാൻ വെച്ചിട്ട് അവർക്ക് ഹോർലിക്സും ചിക്കൻ റോളും പറഞ്ഞു. ഞാനൊരു ചായയും ഷവർമ റോളും കഴിച്ചു. അങ്ങനെ വിശപ്പിനൊരു ശമനം വന്നു. അങ്ങനെ അവിടെ നിന്ന് കോട്ടയ്ക്ക് നിന്ന് പിന്നെ ഞാൻ ചെമ്മാട് ബസ് കയറി. അപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ടോ. പെട്ടീൻ്റെ അവിടെ തന്നെ ഇരുന്നു. കുട്ടികളെ പെട്ടിയിലിരുത്താലോ. അപ്പോൾ അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ സുഖസുന്ദരമായിട്ട് ചെമ്മാടെത്തി. പിന്നെ ചെമ്മാട്ടിൽ നിന്ന് അപ്പം തന്നെ വേഗം ബസ് കിട്ടിയിട്ടോ. അങ്ങനെ ഞാനൊരു 3 മണി 3:15 കാടപ്പടി എത്തിയാണ്. വീട്ടിൽ നിന്ന് തന്നെ അഗ്രിമെൻ്റ് ഇട്ടിട്ടാണ് ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരുപാട് സ്റ്റാൻഡിൽ ഇറങ്ങാനുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊന്നും മിഠായി കിട്ടില്ല, അവിടെ എത്തിയിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ എൻ്റെ മക്കൾ അതനുസരിച്ചു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. അപ്പം അങ്ങനെ കാടപ്പടി എത്തിയപ്പോൾ വാക്ക് നമ്മൾ പാലിക്കണമല്ലോ. അങ്ങനെ ബേക്കറി കയറിയിട്ട് അവർക്ക് 2 മിഠായി ഒക്കെ എടുത്തു. അപ്പം ഞാനും ഒരു 5 രൂപയുടെ മഞ്ച് വാങ്ങി. നമുക്ക് പിന്നെ മഞ്ചൊരു വികാരമാണല്ലോ. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ ഒന്ന് കിട്ടിയപ്പോൾ അവർക്ക് വേറൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ നല്ല കൊണ്ട് എസ്കേപ്പായി. ഒരു കുപ്പി വെള്ളം വാങ്ങി. നല്ല ദാഹമുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുടിച്ചു. നല്ല വെയിലാട്ടോ. നല്ല 2 ദിവസം മുന്നേക്ക് നല്ല കാലാവസ്ഥയായിരുന്നു. അന്ന് പോന്നാൽ മതിയിരുന്നു, പിന്നെ സ്കൂളുണ്ടല്ലോ. അങ്ങനെ അതേ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. ആദ്യം അച്ഛനെ വിളിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ തോന്നി വേണ്ട, അങ്ങനെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചിട്ടിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് ഓട്ടോയിൽ കയറാൻ പോയപ്പം അത് വേഗം എടുത്തിട്ട് പോയി. ശശിയായി. 2ാമത്തെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അതും പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ 3ാമത്തെ ഹോട്ടലിൽ കയറി. ഇനി അതും പോകേണ്ട വെച്ചിട്ട് വേഗം ചാടി കയറി. അങ്ങനെ വേഗം അവരൊക്കെ അരുവിലിരിക്കാൻ
ഭയങ്കര മടിയാണ്. എൻ്റെ വലിയ മൂത്ത പുത്രനെ അറ്റത്തിരിക്കണം, ഞാൻ സമ്മതിക്കില്ല. അത് നമ്മുടെ സീറ്റാണല്ലോ. അങ്ങനെ അവൻ ഉള്ളിലേക്ക് തട്ടിയിട്ട് ചാടായിട്ടുള്ളിൽ കയറി. അങ്ങനെ ഓട്ടോറിക്ഷനെ കുറച്ച് പോസ്റ്റ് കാണിച്ചിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ നേരെ വീട്ടിലേക്ക് എത്തി. പിന്നെ ഒരു പുത്രൻ ചോദിക്കുകയാണ് വീട് എത്താനായപ്പം അമ്മമാരെ വീട്ടിലേക്കാണല്ലേ പോണേന്ന്. അപ്പോൾ വരുന്നവരെ അവൻ അറിയേണ്ടിയിരുന്നില്ല മണ്ടൻ. അങ്ങനെ പോന്നിട്ട് ഞങ്ങളിതാ വീട്ടിലെത്തിയപ്പോൾ അവിടെ അമ്മയൊക്കെ പണിക്ക് പോയിട്ടുണ്ട്, അച്ഛനുണ്ട് എന്നാണ് തോന്നണത്. വണ്ടിയുടെ കാണാനുണ്ട്. ഇത് ഞാൻ പൈസ കൊടുക്കുമ്പോൾ ഫോൺ ചെരിച്ചാട്ടോ, ഒന്നും വിചാരിക്കണ്ട. അങ്ങനെ അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ അച്ഛനെ കാണാനില്ല. അപ്പോൾ അച്ഛൻ കുളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പറ്റിച്ചേക്കാന്ന്. എങ്ങനെയുണ്ട്? അങ്ങനെ ഞങ്ങൾ റൂമിൽ ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളെ കണ്ടില്ല, കുളിച്ചൊരു കോലമായോണ്ടിട്ട്. അങ്ങനെ പിന്നെ അച്ഛൻ നേരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. താങ്ക് യു.